എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ്, അതുപോലെ ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതും പല വിദ്യാർത്ഥികൾക്കും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ ഉടൻ തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം ഇനി ഒരു തേർഡ് സപ്ലിമെൻ്ററിയോ അല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് ശേഷം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റോ ആണ് നടത്തുക. അപ്പോൾ ആ ഒരു ഡേറ്റ് അതായത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് വിദ്യാർത്ഥികളെ ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങളോട് പറയാത്തത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിൽ അഡ്മിഷൻ ലഭിച്ചതും വിഭിന്നശേഷി വിഭാഗത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം ഉണ്ടാവുന്നതല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചതിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർ, അതുപോലെ തന്നെ ഇതുവരെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും എന്നാൽ ട്രാൻസ്ഫർ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതായത് ഇതുവരെ +1 ഹയർ സെക്കൻഡറിയിൽ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് കോഴ്സ് മാറാം, അതുപോലെ തന്നെ സ്കൂള് മാറാം, സ്കൂളും കോഴ്സും മാറാം. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ സാധിക്കും. അതായത് ഏതൊരു തരത്തിലുള്ള ട്രാൻസ്ഫറിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് ഓപ്ഷൻ വയ്ക്കുകയും എന്നാൽ ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് വെച്ച കോഴ്സ് മാറിപ്പോയത് കാരണമൊക്കെ ഏതെങ്കിലും കോഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് ഓപ്ഷനുകളൊക്കെ കറക്റ്റാണോ എന്നത് ശ്രദ്ധിക്കുക. ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ നൽകാൻ സാധിക്കും. അതുപോലെ ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകുന്ന പേജ് എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു ബോക്സ് പോലെ അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എത്രാമതാണ്, ലാസ്റ്റാണോ ഫസ്റ്റാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനത്താണോ കൊണ്ടുപോയിട്ട് വെക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. അതിനുശേഷം ഇവിടെ ക്യാൻസൽ അതുപോലെ ആഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആഡ് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സ്കൂളും കോഴ്സും സെലക്ട് ചെയ്ത് ഓപ്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് താഴെയായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് വീണ്ടും അടുത്ത സ്കൂൾ ഏതാണ് വേണ്ടത് അത് അവിടെ നൽകുക, അടുത്ത കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുന്ന എല്ലാവിധ ഓപ്ഷനുകളും ഇതേ രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള അതായത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു സ്കൂളിലേക്കും കോഴ്സിലേക്കും ഓപ്ഷൻ വെക്കാവുന്നതാണ്. എന്നാൽ താല്പര്യമില്ലാത്ത സ്കൂളോ കോഴ്സോ വെക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻസ് മാറിപ്പോയിട്ടില്ല എന്ന് കൂടി പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് നൽകുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകുന്ന ഇവിടെ കോഡ് നൽകുന്നു എന്ന് കരുതുക. അപ്പോൾ അത് നൽകുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കൂളിൻ്റെ പേരും ഡീറ്റെയിൽസും വരുന്നതാണ്. അതിനുശേഷം പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമാണ്. അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കോഴ്സസ് ആ ഒരു സ്കൂളിലെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് ആ ഒരു കോഴ്സുകളുടെ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് താല്പര്യമുള്ളത് ആ ഒരു പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് അതായത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടി വരും. കാരണം ഈ ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ വന്ന സമയത്ത് തന്നെ ചില വിദ്യാർത്ഥികൾ സയൻസ് വേണം എന്ന് കരുതി സയൻസ് ഓപ്ഷൻ വെച്ചു. പക്ഷേങ്കിൽ ഓപ്ഷൻ നമ്പർ അതായത് കോഴ്സിൻ്റെ ആ ഒരു കോഡ് മാറിപ്പോയി, അതായത് കോഴ്സ് മാറിപ്പോയി വെച്ചത്. അങ്ങനെ ഹ്യൂമാനിറ്റീസ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാലും താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വെക്കുന്ന സമയത്ത് സ്കൂളോ കോഴ്സോ മാറിയിട്ടില്ല എന്നുള്ളത് കൂടി പ്രത്യേകം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ആപ്ലിക്കേഷൻ ഒരു തവണ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ജില്ലാ തല ട്രാൻസ്ഫറാണ്. നിങ്ങൾക്ക് ജില്ലയും മാറാം, സ്കൂളും മാറാം, കോഴ്സും മാറാം, അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും എല്ലാം വേണമെങ്കിൽ അവരെല്ലാം വേണ്ട രീതിയിൽ തന്നെ ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന മുമ്പായിട്ട് ഏതൊക്കെ സ്കൂളുകളിൽ
ഏതൊക്കെ കോഴ്സുകളാണ് ഓപ്ഷൻ വെക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. അതിൽ സ്കൂളിൻ്റെ കോഡ് ഉണ്ടായിരിക്കണം, കോഴ്സിൻ്റെ കോഡ് ഉണ്ടായിരിക്കണം. ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഇങ്ങനെ പറയാൻ കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഓപ്ഷനൊക്കെ മാറിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ എവിടേക്ക് ലഭിക്കാനാണ് താല്പര്യമുള്ളത്, ഏത് കോഴ്സിലാണ് കിട്ടാൻ താല്പര്യമുള്ളത്, ആ ഒരു രീതിയിൽ ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് തന്നെയാണ് പഠിക്കാൻ താല്പര്യമുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജില്ലയും മാറാം, സ്കൂളും മാറാം, കോഴ്സും മാറാം. അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ ട്രാൻസ്ഫറിന് നൽകാത്ത വിദ്യാർത്ഥികൾക്ക് അതായത് മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അതായത് ഈ ഒരു മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ അലോട്ട്മെൻറ്റ് കിട്ടി അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഇതുവരെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ട്രാൻസ്ഫർ അപേക്ഷ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണ് സാധാരണത്തിൽ ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.